അസ്സലാമു അലൈക്കും. നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മറ്റു അതിഥികളെ, ഇവരെ ഈ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ തലക്കാടുള്ള പാലിയേറ്റീവ് കെയറിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഈ ഒരു മഹത്തായ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല, എനിക്ക് മൈക്ക് പിടിച്ചു തരുന്ന നാസർക്ക് തന്നെയാണ്. അദ്ദേഹത്തിനും മറ്റു എല്ലാ സംഘാടകർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കണം. ഇവിടെ പാലിയേറ്റീവ് എന്താണെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നൊക്കെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ +1 എത്തിയ സമയത്ത് ഞാനൊരു NSS വളണ്ടിയറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയ സമയത്ത് പാലിയേറ്റീവ് കെയറിൻ്റെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട് തന്നു. അവിടെ പോകണം. അവിടെ അരമണിക്കൂർ ആ വീട്ടിൽ ഇരിക്കുന്ന ആ ഒരു സുഹൃത്തിനോട് നിങ്ങൾ സംസാരിക്കണം എന്നായിരുന്നു ഞങ്ങൾക്ക് ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേര് അടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു ആ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് കാണുന്നത് ചെറിയൊരു വീടാണ്. ആ ഒരു വീട്ടിൽ എൻ്റെ മൊബൈലിലൂടെ കണ്ടിട്ട് എന്നെ കാണാൻ കുറിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്താണ്. അത് അവിടെ ഭയങ്കര പ്രസന്നവതനായിട്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പം എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അരമണിക്കൂറില്ലേ, ആ അരമണിക്കൂർ എങ്ങനെയപ്പം ഞാൻ ചിലവഴിക്കാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുഞ്ചിരി കണ്ട സമയത്ത് ഞാൻ എൻ്റെ സമയം പോലും മറന്നുപോയി. പിന്നെ ഞങ്ങൾ 4 അടങ്ങുന്ന ആ ഒരു സംഘം ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് ഒരുപാട് തമാശകളും രസങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ വരുമ്പോൾ സന്തോഷിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ആൾ പറഞ്ഞു, ഞങ്ങൾ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഓരോ അംഗങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് അതിരില്ലാത്ത സന്തോഷങ്ങളാണ് ഉണ്ടാവുക. കാരണം ഒരു വക്കം പാലിയേറ്റീവ് കെയർ ഒരു വീട് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു വീട് പാലിയേറ്റീവ് കെയറിൻ്റെ ഓരോ അംഗങ്ങളും ആഴ്ചയിലോ മാസത്തിലോ വരാറുണ്ടെന്നാണ് മനസ്സിലുള്ളത്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഒരുപാട് സമ്മാനങ്ങളായിട്ടാണ് അവർ വരാറുള്ളത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആകെ സമ്മാനമൊന്നും ഇല്ലെന്ന് ചോദിച്ച സമയത്ത് ഞങ്ങളാകെ പതറിപ്പോയി. അവർ വിചാരിച്ചിട്ടുള്ളത് ഞങ്ങളൊരു പാലിയേറ്റീവ് കെയറിൻ്റെ വളണ്ടിയറാണെന്നാണ്. അപ്പം ശരി പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷമുള്ള നിമിഷം എനിക്ക് തോന്നി. ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ വളണ്ടിയറായിട്ട് കുറച്ച് നിമിഷമെങ്കിൽ ആ കുറച്ച് നിമിഷം അങ്ങനെ ഒരു അനുഭവം എനിക്ക് സന്തോഷത്തോടെ കൂടിയിട്ട് ഓർക്കാൻ കഴിഞ്ഞത്, അത് ശരി പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എത്രക്കും ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം പാലിയേറ്റീവ് കെയർ എന്താണെന്ന് എനിക്ക് ആ ഒരൊറ്റ നിമിഷത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കുന്നവരുടെ വേദന എന്താണെന്ന് അവർ പോലും പറയാതെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അതിൽ ഓരോ അംഗങ്ങളും ചിന്തിക്കുന്നതും അതാണ്. ഇപ്പം എനിക്ക് മൈക്ക് പിടിക്കാൻ കഴിയൂല, അപ്പം മൈക്ക് പിടിച്ച് കൊടുക്കാനുള്ള ചിന്ത നാസർക്കാക്കുണ്ട്. അപ്പം അതാണ്, കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനേക്കാട്ടിൽ മധുരമായിട്ട് നമുക്ക് വേറൊന്നുമില്ല. അപ്പം എന്താ പറയുക, ഒരുപാട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മൈക്ക് പിടിച്ച് തരുന്ന നാസർക്കാക്ക് ഒരു പരിധിയുണ്ട്. സംഭവം ആളെനിക്ക് എത്ര വേണമെങ്കിലും ആൾ പിടിച്ചു തരും. പക്ഷേ എനിക്ക് കൈയില്ലാത്തതിൻ്റെ പേരിൽ കൈയിൻ്റെ വേദന എന്താണെന്ന് അറിയില്ല. അപ്പം നാസർക്കാക്ക് കൈ വേദന എടുക്കുന്നത് എനിക്കറിയാം. പക്ഷേ വേദന എടുത്താലും അദ്ദേഹം ഇല്ലാന്നേ പറയുള്ളൂ. കാരണം അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അപ്പം എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കാം.
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 10 വർഷത്തോളമായിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നാസർക്കാർക്കുള്ള ഓരോ അംഗങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയൊരു പ്രചോദനമാണ്. ഈ ഇങ്ങനത്തെ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചാൽ എനിക്ക് നാസർക്കാരോട് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അസൂയ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, നാസർക്ക ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിന് ശേഷം ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയിൽ ഇടം പിടിച്ചൊരു വ്യക്തിയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം ഞാൻ എവിടെ പോയാലും ഒരു സന്ദേശം കൊടുക്കാറുണ്ട്. ആ ഒരു സന്ദേശവും മാത്രം എനിക്ക് തന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഞാനല്ല, എൻ്റെ ഈ പഞ്ചായത്തിൽ ഒരുപാട് മനുഷ്യരെ പ്രയത്നമാണ്. നമ്മൾ ഓരോരു നിമിത്തം ബാവാജിയൊക്കെ അപ്പോൾ ഒരു വാക്കിന് പ്രസക്തി ഇല്ല. എൻ്റെ കൂടെ ഈ നിൽക്കുന്ന മനുഷ്യരും ഞങ്ങളെ ഫസൽക്ക് എല്ലാവരും ഈ പ്രസംഗിച്ച എല്ലാവരും കൂടിയാണ്. അപ്പം നാസർക്ക മുന്നിട്ട് ഇറങ്ങി, അപ്പം എല്ലാവരും കൂടെ നിന്നു അല്ലേ? അങ്ങനെയാണോ? ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ? എന്തായാലും ഒരാൾക്കൊരു സ്വപ്നം ഉണ്ടാവും. ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യും അല്ലേ? എന്തായാലും ബാവാജിക്കൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കും അതിൽ ഭാഗമാകാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇപ്പം അതിൽ ആ ഒരു ഉദ്ഘാടന സദസ്സിൽ ഭാഗമാകാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. എന്തായാലും ചെറിയൊരു സന്ദേശം കൂടി തന്നൊക്കെ അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവരും എന്നെ കൂടെ പറയുമോ? പറയോ? എന്നാൽ എല്ലാവർക്കും ഒന്ന് നെഞ്ചിൽ കൈവെക്കാൻ പറ്റുമോ? എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല കുട്ടികൾ, നല്ല മാതാപിതാക്കൾ, നല്ല അധ്യാപകർ, നല്ല പൗരൻ. എത്ര നല്ല വാക്കാണല്ലേ? നമുക്ക് നല്ല ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല വാക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. നമ്മൾ നല്ലൊരു മനുഷ്യനായാൽ നമുക്ക് ചുറ്റുമുള്ളത് ഒക്കെ നമുക്ക് സന്തോഷമുള്ളതായിട്ട് തോന്നും. ഒരുപാട് സ്ഥാപനങ്ങൾ എല്ലാവർക്കും തുടങ്ങാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിൽ അതിലധികം സ്നേഹം ഉള്ള വ്യക്തിത്വങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടു കൂടിയൊക്കെ ഒത്തൊരുമയോടെ ജാതി മത ഭേദമന്യേ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒത്തൊരുമയോടെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ വാക്കും കൂടി, പിന്നെ നിങ്ങൾ അംഗീകാരങ്ങളൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് പൊതുവരെ കിട്ടിയ എൻ്റെ അംഗീകാരങ്ങൾ തോന്നി എൻ്റെ ഉപ്പാണ് പറയാറുള്ളത്. നിലവിൽ നിങ്ങളെ നേട്ടങ്ങൾ ഇപ്പം ഞാൻ അവസാനമായിട്ട് നേടിയിട്ടുള്ളൊരു സ്വിമ്മിങ്ങിൽ സർക്കാരിൻ്റെ അനുഗ്രഹം കൊണ്ട് നാഷണലിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗോളിയോറിൽ വെച്ചിട്ടും ഇപ്രാവശ്യത്തെ ഗോവയിൽ വെച്ചിട്ടും കേരളത്തിന് വേണ്ടിയിട്ട് 6 ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർനാഷണലിലേക്ക് പോകാനുള്ള സെലക്ഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇൻ്റർനാഷണലിലേക്ക് പോകാനുള്ള പ്രയത്നത്തിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് കിട്ടണം. അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് അപേക്ഷിക്കുകയാണ്.